നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ നടക്കുന്നത് പല പ്രമുഖരായ ആളുകളും സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ ചാടിയിട്ട് വേറെ പാർട്ടിയിലേക്ക് പോവുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രവണത കാണിച്ചത് CPM-ലാണ്. CPM-ലെ പ്രവണത എന്ന് പറയുന്നത് ചില നേതാക്കന്മാർ ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് നടത്തിയതെങ്കിൽ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ ഇപ്പോൾ അധികാര സീറ്റ് കിട്ടിയില്ല എന്നുള്ളതിന് പേര് ചാടുകയാണ്. അതേപോലെ BJP-യിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും അടിയോടടിയാണ് നടക്കുന്നത്. ഇതിനെ എങ്ങനെ കാണും? കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റിലോ ഒന്നോ രണ്ടോ നേതാക്കന്മാരെ മാത്രം ആശ്രയിച്ചിരുന്നിരുന്ന തർക്കങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് തർക്കം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടാനും മത്സരിക്കാനും ജയിക്കാനുള്ള തർക്കം. ഈ തർക്കങ്ങൾ ഇത്രയും മേഖലയിൽ ചുരുങ്ങിയിരുന്നെങ്കിൽ അത് കൂടുതലും കോൺഗ്രസ് ജനാധിപത്യ പാർട്ടികളാണ് ബാധിച്ചിരുന്നത്. ഇടതുപക്ഷത്തിൽ നിന്ന് താരതമ്യേന മുക്തമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് കാണുന്ന പ്രവണത എല്ലാ കക്ഷികളിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു വരികയും അത് ഡാമേജിങ് ഡയമെൻഷൻസിലേക്ക് ചിലപ്പോൾ പോവുകയും ചെയ്തു. അതാദ്യം തുടങ്ങിയത് CPM-ലാണ്. CPM-ൽ നിന്നും G. സുധാകരൻ ഉൾപ്പെടെ TK ഗോവിന്ദൻ ഉൾപ്പെടെ ഐഷ പോറ്റി ഉൾപ്പെടെ ഇഷ്ടംപോലെ ആൾക്കാർ CPM-ൽ നിന്ന് ഒഴുക്ക് പോലെയാണ് ചെയ്യുക. അവിടെ അതിന് CPM അന്തിച്ച് നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ എല്ലാ തരത്തിലും പ്രതിജ്ഞാബദ്ധരാകേണ്ട കോൺഗ്രസ് തമ്മിൽ തെല്ലുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയും, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആത്യന്തികമായിട്ട് പിണറായി വിജയന് അനുകൂലമായി ജോലി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. അതായത് നമ്മൾ കോൺഗ്രസ്സിലെടുക്കാം, നമ്മളെല്ലാം കണക്കൂട്ടിയിരുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇലക്ഷൻ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വരുമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോയി. ആദ്യം 55 പേരുടെ ലിസ്റ്റ് ഇട്ടു. പിന്നെ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി പട്ടിക വന്നു, കേരള കോൺഗ്രസിനും വന്നു. ഇന്നലെ കോൺഗ്രസ്സിൽ K. സുധാകരൻ, അതേപോലെ നമ്മുടെ അടൂർ പ്രകാശ് ഉയർത്തിയ ഒരു വെല്ലുവിളി അതൊരു ആശയപരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഒരു മാന്യതയുടെ പരിവേഷം ഉള്ളതാണ്. ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരം തന്നില്ലെങ്കിൽ പച്ചയ്ക്ക് പറയുക, ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ല ആവശ്യം, ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള സീറ്റാണ് ആവശ്യം. കോൺഗ്രസിനേക്കാൾ മുമ്പിൽ സീറ്റ് വന്നു. അതിന് അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ പറയാനുണ്ട്. ആ രീതിയിൽ അടൂർ പ്രകാശ് ഉയർത്തിയ വെല്ലുവിളി എന്ന് പറയുമ്പം കോൺഗ്രസിൻ്റെ ഫണ്ടമെൻ്റൽ കോറിനെ തന്നെ, പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഇപ്പുറത്തെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, അവരും രംഗത്ത് വരുന്നില്ല. ഇവിടെ പറ്റിയൊരു കുഴപ്പം, സുധാകരനെ ഡിഫെൻഡ് ചെയ്തല്ലേ സുധാകരൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് വ്യക്തമായി പറയാൻ ബാധ്യതപ്പെട്ട KPCC പ്രസിഡന്റോ അല്ലെ മറ്റൊരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ രമേശ് ചെന്നിത്തലയൊന്നും വരുന്നില്ല. പക്ഷെ സുധാകരൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സുധാകരനിലായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള പടക്കുതിരയായിട്ടാണ് സുധാകരനെ കണ്ടിരുന്നത്. ആ സുധാകരനാണിപ്പോൾ കാലുവാരി മറുവശത്ത് ചേരുകയോ, സുധാകരൻ ചേർന്നാലും ചേർന്നില്ലെങ്കിലും അത് സഹായിക്കുന്നത് പിണറായി വിജയനെയാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കണ്ട സുധാകരൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ബഹുമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ആളാണ്. പിണറായിൻ്റെ ഗുണ്ടായുസത്തെ പരസ്യമായി വെല്ലുവിളിച്ച് അതിനെ നേരിട്ട് വിജയം കൈവരിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. എന്നിട്ടോ ഇലക്ഷനിൽ നിന്ന് അദ്ദേഹം MP ആയി. ആ MP ആയി സ്ഥലത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഏജ് ആയിരിക്കുന്നത്, കഴിഞ്ഞ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 6 മാസം അധികം മാറി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം. അങ്ങനെ ആരോഗ്യ പ്രശ്നം കാരണം അദ്ദേഹം പല അലട്ടുന്നുണ്ടെന്ന് എന്നോട് കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. എന്നെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വരട്ടിയിട്ടുണ്ട്. ശരിക്കും KPCC പ്രസിഡന്റ് എന്നുള്ള അദ്ദേഹം എൻ്റെ വീട്ടിലേ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട്. യാതൊന്നും പേടിക്കേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധീരതയുള്ള തൻ്റെ ഇടമുള്ള കൂടെ നിൽക്കുന്ന ഒരു നേതാവ് അദ്ദേഹം ധാർമ്മികമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്ന് വെച്ചാൽ ഞാൻ പറയും അല്ല എന്ന് പറയും. കാരണം ഈ ഭരണം മാറാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ, പിണറായി വിജയനെ ഈ ഭരണത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാലിശമായ ഒരു കാര്യം പറഞ്ഞ അദ്ദേഹത്തെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് MP സ്ഥാനമുണ്ട്, ആ എല്ലാ MP-മാരും ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിൽ എങ്ങനെ മത്സരിക്കാൻ പറ്റും? ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുകയാണ് 10-80 വയസ്സുള്ള അദ്ദേഹത്തിനാണ് ആരോഗ്യ പ്രശ്നത്തിൻ്റെ വല്ലാതെ ഉണ്ട്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? എൻ്റെ കൂടെ നിന്ന് ആൾക്കാർക്ക് സീറ്റ് കിട്ടട്ടെ, എൻ്റെ കൂടെ പ്രവർത്തിച്ചുള്ള ഞാൻ മാത്രം മത്സരിച്ചാൽ മതിയോ എല്ലാ കാലത്തും? എനിക്ക് ഇന്ന സീറ്റുകൾ, മന്ത്രിയായിട്ടുണ്ട്, ഞാൻ MP ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്, KPCC പ്രസിഡന്റ്. ഇനി എൻ്റെ വയസ്സ് എത്രയായി, ഇനി മറ്റുള്ളവർക്ക് നീ കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് മാന്യത കാണിക്കല്ലേ അദ്ദേഹം ചെയ്യേണ്ടത്. പകരം അദ്ദേഹം എനിക്ക് കണ്ണൂർ സീറ്റ് കിട്ടിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെ പോലെ വാശി പിടിക്കുകയാണ്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന അദ്ദേഹം, MP സ്ഥാനത്തുള്ള അദ്ദേഹം
മാതൃകയാവുന്നതിന് പകരം കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പിണറായി വിജയന് എന്തൊക്കെ തരത്തിൽ ഗുണം ചെയ്യാം ആ രൂപത്തിലേക്ക് അദ്ദേഹം തരം താന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരം അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ടൈമാണ്. പിണറായി വിജയൻ ഇങ്ങനെ താന്ന ചെളിക്കുണ്ടിലേക്ക് താന്ന എല്ലാ തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിണറായി വിജയന് ജീവശ്വാസം കൊടുക്കാൻ ഈ പ്രവൃത്തി സഹായിക്കും. കോൺഗ്രസ് തല്ലാണ്, ഇവർ ഭരിച്ചാൽ തല്ലായിരിക്കും എന്ന് പിണറായി വിജയൻ നാഴിക്കുന്ന അപ്രാവശ്യം പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഇതേപോലെയാണ് കോന്നിയിലുള്ള അടൂർ പ്രകാശ് UDF കൺവീനറായിരിക്കേണ്ട എല്ലാവർക്കും മാതൃകയായ അദ്ദേഹം MP ആണ്. 2 MP സീറ്റുകളാണ് പിന്നെ നഷ്ടപ്പെടുക. അത് ആർക്ക് ഗുണം ചെയ്യും? BJP ഗുണം ചെയ്യും. അപ്പോൾ അവിടെ നാളെ ജയിക്കണമെന്നൊന്നുമില്ല. ഇന്നത്തെ അവസ്ഥയിൽ ജയിച്ചു പോയിക്കും, നാളത്തെ അങ്ങനെ നടക്കണമെന്നില്ല. കോൺഗ്രസിന്റെ 2 MP മാർ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അവർക്ക് ഭയങ്കര വിലയും നിലയുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് കിട്ടണം. എത്ര പുതിയ ആൾക്കാർ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കണ്ടേ? അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണ്ടേ? ഇതേപോലെ തന്നെയാണ് CPM-ന്റെ സ്ഥിതി. CPM-ന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇത് രണ്ടും എടുക്കാം. പക്ഷെ മൊത്തത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എന്താ പറയണ്ടേ, അതിനുള്ളിൽ പൊട്ടിത്തെറിയുന്ന സ്ഫോടനം നടക്കുകയാണ് ഇപ്പോൾ CPM-നുള്ളിൽ. കണ്ണൂരിൽ തളിപ്പറമ്പിൽ സ്വന്തം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഭാര്യനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി. പയ്യന്നൂര് സ്വന്തം MLA വെല്ലുവിളിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇതിന്റെ പിന്നില് 2 പേരാണെന്ന് നമുക്കറിയാം. EP ജയരാജനും MN ഷംഷീറുമാണെന്നുള്ളത് സംശയമല്ല. കാരണം അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് സ്ഥാനം തെറിപ്പിച്ചത്? ഷംഷീറിന് ധാർമ്മികമായും മാന്യതയുടെ പേരിലും അവിടെ സീറ്റ് കൊടുക്കേണ്ടത് സ്ഥാനം കൊടുക്കുന്നതല്ല. അദ്ദേഹത്തിന് എന്തിനാ മാറ്റുന്നത്? അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പിന്നെ റിയാസിനെ പരിഗണിക്കണമെന്ന സന്ദർഭത്തിൽ ബലാറാം ജയിച്ചു പോയ റിയാസിനെ പരിഗണിക്കുന്ന സമയത്ത് ഷംസീറിനെ മറികടന്ന് കൊടുത്തു എന്നുള്ള ചീത്ത പ്രശ്നം വരും. അതിനാണ് കട്ട് ചെയ്തത്. EP ജയരാജന്റെ സ്ഥിതി എന്താ അറിയാമോ? തളിപ്പറമ്പ് അദ്ദേഹത്തിന് മാറിക്കൊടുക്കും, ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആവുന്ന വാക്കാണ് തെറ്റിച്ചിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കരിമണലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അദ്ദേഹമാണ് കൃത്യമായി എല്ലാ കാര്യങ്ങളും പലർക്കും എത്തിച്ചുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്ക് ഇടതുപക്ഷ മുന്നണി CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കില്ല, പകരം അദ്ദേഹത്തിന് MLA ആക്കുന്നു പറഞ്ഞത് തെറ്റിച്ചതിന്റെ ഭാഗമായിട്ടാണ്. കൂടാതെ ജയരാജനെ എല്ലാ സ്ഥലത്തിലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനം ഉണ്ടെന്നാണ് എല്ലാ സ്ഥലത്തിലും അദ്ദേഹം ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒതുക്കാനില്ല, എല്ലാ തലത്തിലും ഒതുക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇത് എന്തിൻ്റെതാണ്? അധികാരം മാത്രമാണ് എല്ലാവർക്കും വേണ്ടത്. ഇനി BJP സ്ഥിതി നോക്കാം. BJPന്റെ എല്ലാ സ്ഥലത്തും ഇപ്പൊ എറണാകുളത്തൊക്കെ ഉള്ള 14 സീറ്റിൽ 8 സീറ്റ് ആർക്ക് കൊടുത്തു? തൃപ്പൂണിത്തുറ പോലുള്ള BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ പോലും കൊടുങ്ങല്ലൂരും കൊടുത്തിരിക്കുക. കൊടുങ്ങല്ലൂർ എന്താണ് 2020 പ്രാധാന്യം? അവിടെയുള്ള BJP പ്രവർത്തകർ നിരാശരാണ്, പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അവരെല്ലാ ഭാഗത്തും നിർജീവമാണ്. പണം കൊണ്ട് മാത്രം BJP പ്രവർത്തകരെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. എന്നിട്ട് എത്ര പേര് ബന്ധപ്പെട്ട് കഴിഞ്ഞു? നിങ്ങൾ എന്താ വാർത്ത ചെയ്യാത്തതെന്ന് വെച്ചിട്ട് BJP-നുള്ളിലും ഭയങ്കര അടി നടക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള അടിയാണ് നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ 3 പാർട്ടികളിലും വലിയ തോതിൽ നടക്കുന്നു. അതിൽ ഒരു ഇത്തിരി മുന്നേ പിന്നെ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് G. സുധാകരന്റെയും ആയിഷ പൊറ്റിയുടെയും TK ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണൻ, ഈ 4 പേരുടെ നിർണായകമായിട്ടുള്ള നീക്കമാണ്. മാർക്സിസ്റ്റ് പാർട്ടി തകർത്തരിപ്പണമെങ്കിൽ CPL ഉണ്ട്. ഒരു MLA തന്നെ പോയി. ഇന്നലെ വരെ BJP-യുടെ RSS-നെതിരെ, ഹിന്ദു വർഗീയതയെതിരെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്ക് 2 പേര് പോയി. പോയി. അജിത്ത് വൈക്കത്ത് അദ്ദേഹം മത്സരിക്കാണ്. ഇവർക്കൊന്നും ഇതുവരെ പറഞ്ഞതൊന്നും ഒരു യാതൊരു ഒന്നുമില്ല എന്നും ഇവർ പറഞ്ഞൊക്കെ കള്ളമാണെന്നും ആമാശയത്തിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളാണെന്നും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിരുന്ന ആശയം എന്ന് പറയുന്നത് കാര്യമാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും അടികിട്ടിയ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. രണ്ടാമത് CPI കിട്ടി. ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണെന്നുള്ള ഇപ്പോൾ പറയാറായിട്ടില്ല. ഇങ്ങനെ നീക്കങ്ങൾ നടക്കും. ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്തത് കോൺഗ്രസ് ആയതുകൊണ്ട് ഇവർ 2 പേര് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഇന്നത്തെ സ്ഥിതിക്ക് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള സത്യം. എൻ്റെ അറിവ്, ഞാൻ സുധാകരൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സുധാകരനെ അംഗീകരിക്കുന്ന ഒരാളാണ്. കാരണം പിണറായിയെ പച്ചയ്ക്ക് കീറുന്ന ഒരാളാണ് സുധാകരൻ. എനിക്കൊക്കെ ധാരാളം സഹായം ചെയ്തു തന്നിട്ടുണ്ട്.
എനിക്ക് കണ്ണൂരിൽ ഞാനൊരു കേസ് പി ശശിക്കെതിരെ കൊടുക്കാം, എനിക്ക് ആളെ വിട്ടെന്ന് സഹായം ചെയ്തു. അല്ല, കഴിഞ്ഞ ദിവസം പോലും സുധാകരൻ്റെ കണ്ണൂരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന സുധാകരൻ നിലപാടെന്ന് വിളിച്ച് കോൺഗ്രസ് വിട്ട് ഒരു കളിക്കും വന്നിരുന്നു സുധാകരേട്ടൻ നിൽക്കരുതാണ്. കോൺഗ്രസ് വിട്ട് ഒരു കളിക്കും സുധാകരേട്ടൻ നിൽക്കരുതാണ്. പക്ഷേ ഇന്നിപ്പോൾ വരുന്ന വാർത്തകൾ പറയാം. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രമല്ല, പാലക്കാട് തകർന്ന് തരിപ്പണമായി എല്ലാം കിടക്കാണ്. ആലപ്പുഴ പോയി, തിരുവനന്തപുരം പോയി, എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. ജനങ്ങൾ അസംതൃപ്തരാണ് എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ അധികാരത്തിന് വേണ്ടി, ഒരു സീറ്റിന് വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിണറായിക്കെതിരെയുള്ള മുന്നേറ്റത്തിന്റെ മൊനയൊടിച്ചത്, ഇപ്പോൾ മൊനയൊടിക്കാൻ ശ്രമിക്കുന്നത്, അത്രേ പറയാൻ പറ്റുള്ളൂ, കെ സുധാകരനാണ്. അത് കൊടും പാതകമാണ്, ഈ ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളിയാണെന്ന് പറയാൻ പറ്റും. കോൺഗ്രസിന്റെ മുന ഒടിക്കുന്നതിനൊക്കെ പ്രധാനം പിണറായിയുടെ പത്തി നോക്കി തല നോക്കി അടിക്കാനുള്ള അവസരം സുധാകരൻ നഷ്ടപ്പെടും. സുധാകരൻ പിണറായിയെ ഇങ്ങനെ നാഴിക 40 വർഷം ഇങ്ങനെ വിളിച്ചു പറയുന്ന സുധാകരൻ ഒരു അപ്പക്കഷണത്തിന് വേണ്ടി അവസാനം കീഴടങ്ങി എന്ന് പറയുന്ന നാണം കെട്ട സ്ഥിതിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. സുധാകരൻ അല്ലാതാവും, സ്വയം മരിക്കും. സുധാകരൻ ഇതോടെ കഴിഞ്ഞു, സ്വയം ആത്മഹത്യ. ഇന്നലെ വരെ നമ്മൾ സാധാരണ അംഗീകരിച്ച സുധാകരനെ നമുക്ക് വേണ്ട എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ ഒരാളെയാണല്ലോ നമ്മൾ തലയിൽ കയറ്റി കൊണ്ടുവരുന്നത് എന്നുള്ള ലജ്ജ നമുക്ക് വരും. അദ്ദേഹം മാറുകയാണെങ്കിൽ അദ്ദേഹം സ്വയമേ ഇപ്പോൾ മുന്നോട്ട് ഇറങ്ങി അദ്ദേഹം പറയണം, എനിക്ക് സീറ്റ് വേണ്ട, ഇത്തവണ പിണറായി വിജയനെതിരെയുള്ള മുന്നേറ്റമാണ്, ഇപ്രാവശ്യം പിണറായി വിജയൻ അവസാനിക്കുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടി അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സുധാകരന്റെ കൂടെ മുമ്പത്തെക്കാൾ 100 ഇരട്ടി കൂടെ ഉണ്ടായിരിക്കും. അല്ല, സുധാകരനെ ഇവിടെ കോൺഗ്രസിൽ നിന്ന് ജയിച്ചാലും സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും സുധാകരൻ തന്നെയായിരുന്നു. സുധാകരൻ ആർക്കും അവഗണിക്കാൻ പറ്റേ. അവിടെ നിന്നാണ് സുധാകരൻ ആത്മഹത്യയിലേക്ക് പോകുന്നത്. വലിയ ആത്മഹത്യ ചെയ്തതിന് തുല്യമാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ അടിപിടി നടക്കുന്നു. അതിൽ ഏറ്റവും അധികം നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പൊട്ടിത്തെറിക്കുന്നത്, CPI പൊട്ടിത്തെറിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്കുള്ളിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ തിരിച്ചടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇപ്പം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും കെ സുധാകരനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത പാതകമാണെന്ന് മാത്രം പറയുന്നു. പിന്നെ അവിടെ കൊടുക്കുന്നത് സുരേഷ് MP അല്ലേ, എന്തിനാണ് ഈ അധികാര നാടുകളിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇവർക്ക്? ഓക്കെ.